പലപ്പോഴും പാരൻസ് കുട്ടികളെ പേടിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വളരെ രസമുള്ള കാര്യമാണ്. ഇതിന് നല്ല റിസൾട്ട് ഉണ്ടെന്ന് പാരൻസിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് അത് ചെയ്യുന്നുണ്ട്. എന്നാൽ പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട്, അയ്യോ എന്നും പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പാരൻസ് ഇതേ കാര്യങ്ങൾ തുടരാൻ ശ്രമിക്കും. ഒരുപക്ഷെ പാരൻസ് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ചുറ്റുപാടിൽ നിന്നും കേട്ടിട്ടുള്ളത് ഇതേപോലെ പീഡിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരത് തന്നെയാണ് അവരുടെ കുട്ടികൾക്കും കൊടുക്കുന്നുള്ളത്. പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ നല്ല ഒരു മെത്തേഡ് അല്ല. നമ്മളൊരു കാര്യത്തെ നമ്മൾ പേടിയോടുകൂടി സമീപിക്കുമ്പോൾ നമുക്കതിനോട് ഇഷ്ടമുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്തോ ഒരു പേടിയുടെ പുറത്ത്, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ പേടിയെ ഫോളോ ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും തന്നെ നല്ലൊരു റിസൾട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പോകുന്നില്ല. പേടിപ്പിച്ചിട്ട്, അത് എക്സാം ആയിരിക്കാം, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന കാര്യമായിരിക്കാം, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോടുള്ള അപ്രോച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ പാരൻസിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതായിരിക്കാം. അങ്ങനെ എന്ത് കാര്യം തന്നെ ആയാലും പേടിപ്പിച്ചിട്ട് ഒരാളെ ആ കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അത് അത്രയ്ക്കും ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. കുട്ടികളിൽ പതിയെ പേടി വളരുമ്പോൾ, പിന്നീട് അവർ വളർന്നു വലുതാകുമ്പോൾ പലതരത്തിലും ഈ ഒരു അഡൽട്ട് സ്റ്റേജിൽ, ഈ ഒരു ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള പേടി അവരെ പല രീതിയിൽ സ്വഭാവത്തിൽ അവരെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ ഒരിക്കലും പേടിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അവരോട് നല്ല സ്നേഹത്തോടു കൂടി വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഇപ്പോൾ കണ്ടിട്ടുണ്ട്, ഒരു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയോട് എഴുതാനോ വായിക്കാനോ ഒക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും ഒരുപക്ഷെ ആ കുട്ടി ഇഷ്ടത്തോടു കൂടി ചെയ്യണമെന്നില്ല. നമ്മളും കൂടി ഇരുന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എഴുതാനുള്ള ടെൻഡൻസി കുട്ടിയിൽ വളർന്നു വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ മെത്തേഡ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് കുട്ടികളെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് ഇത് ചെയ്താൽ അങ്ങനെ കിട്ടും, ഇത് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ശിക്ഷ എന്നും പറഞ്ഞിട്ട് അവരെ പേടിപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.